വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് വീണ്ടും പോകാം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻറ്റിമസി എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇൻറ്റിമസി എത്രത്തോളമുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരൂ കേട്ടോ. ഓക്കെ നമുക്ക് സ്പ്രെഡ്സ് ആദ്യം എടുത്ത് വയ്ക്കാം. 5 to 6 മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ ആക്റ്റീവായി എന്ന് തോന്നുന്ന സമയത്ത് ഞാനിനി ലോങ് വീഡിയോസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്ങിൻ്റെ മെയിൻ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ സ്പ്രെഡ് എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക്, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളവരെ ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പിങ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങളൊരു ഫുൾ എനർജിയിൽ ഇരിക്കേണ്ട ഒരവസ്ഥ വരും. കാരണം അവരുടെ നോട്ടം മുഴുവനും ഫോക്കസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ എയിം ചെയ്ത് പോകുന്നത് നിങ്ങളുടെ ഫിനാൻസിലാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മേ ബി ഇറ്റ്സ് ഡൗട്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളെ ഫിനാൻഷ്യലി അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ മാത്രം, അല്ലാത്തവരുടെ കാര്യമല്ല. ആൻഡ് കുറേ പേർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ പ്രതി, ഫിനാൻഷ്യലി ഉള്ള ആ ഒരു ലോസുകളുടെ പ്രതി, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെ പ്രതി അവർ ഭയങ്കരമായിട്ട്
ചിന്താകുലനാണ്, ഭയങ്കരമായിട്ട് അവർ അഫ്രൈഡാണ്. എന്തിനെപ്പറ്റി? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഭയങ്കര കുറവുള്ള ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ഒരുപാട് സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ആൻഡ് അപ്പോൾ അവരുടെ ഫോക്കസ് നിങ്ങളുടെ ഫിനാൻസിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആൻഡ് ഒരു പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് അവർക്ക് നിങ്ങളോട് കാണാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ നിങ്ങളോട് പെരുമാറിയിട്ടുള്ള, ഇതുവരെ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിട്ട് കുറച്ചധികം നാൾ പെരുമാറിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചേഞ്ച് ആവുന്ന പോലെ, പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക് ഇട്ടതുപോലെ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് ചേഞ്ചായി മാറി വേറൊരാളായതുപോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ സംസാരിക്കുന്നത് പോലെ, മറ്റേതെങ്കിലും ഒരാൾ നിങ്ങളോട് പെരുമാറുന്നത് പോലെ ഉള്ള രീതിയിലൊക്കെ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ സൈൻ. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് പെട്ടെന്നൊരു ചേഞ്ച് കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ പല കാര്യങ്ങളും പല ടെൻഷൻസും കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് കൂടിയാണ്. ആൻഡ് സഡൻലി പല മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേക്കാം. നിങ്ങളുടെ ലവറുടെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചേക്കാം. കൂടുതലായിട്ടും നിങ്ങൾ അവരെ അന്ധമായിട്ട് വിശ്വസിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു പക്കാ നിങ്ങളൊരു നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക ഓരോ കാര്യങ്ങളും. അത് വിചാരിച്ചിട്ട് ടു സെഡ് കാര്യങ്ങൾ പിന്നാലെ നടന്ന് അന്വേഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ രീതിക്ക് അവർ പോകുമ്പോഴും എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുക. ആൻഡ് ഫാസ്റ്റായിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവും. മിന്നിമായുന്നത് പോലെ അവർ പഴയ രൂപത്തിലേക്കാവും. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കും. തല്ലുകൂട്ടങ്ങളായിരിക്കും, വഴക്കുകളായിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കും. അത് നിങ്ങളുടെ സമയത്തിൻ്റെ ആണ്. ഇപ്പോഴത്തെ സമയം, നിങ്ങളുടെ രണ്ടുപേരുടെയും നക്ഷത്രക്കാരുടെ സമയം ഇപ്പോൾ കുറച്ച് മോശമാണ്. അപ്പം അതുകൊണ്ടാണ് അയാൾ ആ ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നതും അതിൻ്റെ പേരിൽ നിങ്ങളിത് കുറച്ച് അനുഭവിക്കുന്നതും. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ട്, അവരുടെ ജോലിയിലുണ്ട്, അവരുടെ പല കാര്യങ്ങളിലുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഗ്രോ ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് ഹീലാവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ക്യൂറായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നോർമൽ ഗതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഡബിൾ എഫക്റ്റിൽ അത് പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലവരുടെ കാര്യത്തിൽ, ചില നക്ഷത്രക്കാരുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഡെത്ത് കാർഡിൻ്റെ അടിയിൽ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ചില നക്ഷത്രക്കാരെ വെച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സഡൻലി മാറുന്ന ഡിം എന്ന് പറഞ്ഞ് മാറുന്ന ആ ബ്രേക്കിലൂടെ ചിലപ്പോൾ രണ്ടായി പോകാനുള്ള ഒരു വഴിയും കാണുന്നുണ്ട്. സോ നിങ്ങൾ ചിന്തിക്കുക, ആ വ്യക്തിയെ ഒന്ന് വാച്ച് ചെയ്യുക, എല്ലാത്തിനും അങ്ങോട്ട് അഴിച്ചിട്ടതുപോലെ ആവാതെ ഒന്ന് ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും പേര് മെൻഷൻ ചെയ്യുക, പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.